കഴിഞ്ഞ പരിപാടി സംഘടിപ്പിച്ചതിനോട് നിങ്ങൾക്ക് വല്ല പ്രതിബദ്ധതയുണ്ടെങ്കിൽ വരൂ മക്കളെ. ഈ വായിക്കുന്നത് കേട്ടാൽ പോലെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാൻ ഇതാ അതിന്റെ സ്ഥലത്ത് കൃത്യമായ സിൽസിലയോടെ വ്യക്തമായി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. പക്ഷേ നാളെ നിങ്ങൾ ഞങ്ങൾ സനത് പറഞ്ഞില്ല എന്ന് വ്യാജം പറയരുത്. അതുകൊണ്ട് നിങ്ങൾ സംഘടിപ്പിച്ച പരിപാടിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വല്ല സ്നേഹത്തോടെയുമാണ് പരിപാടി സംഘടിപ്പിച്ചതെങ്കിൽ വരൂ മക്കളെ, ഇത് രാഷ്ട്രീയ വിഷയമല്ല. അല്ലാഹുവിന്റെ കോടതിയിൽ നാളെ ചെല്ലുമ്പോ ഞാനും നിങ്ങളും അവിടെ ഹാജരാക്കപ്പെടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാറക്ക് കൃത്യമായ പരമ്പരയോടെ മർക്കസിൽ സൂക്ഷിച്ചിരുന്നതിനെ ആക്ഷേപിക്കാൻ വേണ്ടി പരിപാടി സംഘടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് റബ്ബിന്റെ കോടതിയിൽ വരണ്ടേ മക്കളെ? അതുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ വരൂ, ഈ വേദിയിൽ നിന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. നിങ്ങൾക്ക് ദൂരെ നിൽക്കാനേ മനസ്സുള്ളൂ എങ്കിൽ ഇത് കേട്ടോളൂ. ഉസ്താദുകൾ വായിക്കുന്നു പൂർണ്ണമായും. സയ്യിദ് ഇമാമുദ്ദീൻ അൽ ഖാദിരി, السيد نظام الدين القادري، السيد عبد الرزاق القادري، السيد محمد إماد الدين القادري، السيد مرتضى سيف الله القادري، السيد عيدر عطاء الله القادري، السيد محمود القادري، السيد عبد الرزاق القادري، السيد علي القادري، السيد أحمد القادري، السيد محمود القادري، شريف السادات مجمع البركات، السيد أحمد القادري البغدادي، السيد يوسف بن السيد أحمد القادري، شهاب الدين القادري، علي علم الدين القادري، كمين الدين حيدر أبو الحسن القادري، محمد عماد الدين القادري، أمين الله أبو العطاء السيد القادري، عفيف حسن القادري، حيدر سليمان السيد كريم الدين القادري، أبو عبد الله سيف الدين السيد عبد الوهاب القادري، الشيخ قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز، എന്നിട്ട് അബൂ സഈദ് മുബാറക്, അബുൽ ഹസൻ അലി ഇബ്നു യൂസഫ്, അബുൽ ഫർഹ് ഇബ്നു അബ്ദുൽ റഹ്മാൻ, അബുൽ ഫضل അബ്ദുൽ വാഹിദ്, അബ്ദുൽ അസീസ് അൽ യമനി, അബൂബക്കർ الشبلي, അബുൽ ഖാസിം ജുനൈദ് അൽ ബഗ്ദാദി, സിർ السقطي, معروف الكرخي, أمير المؤمنين موسى الإمام علي موسى، أمير المؤمنين الإمام موسى الكاظم، الإمام جعفر الصادق، الإمام باقر، الإمام زين العابدين، الإمام حسين بن علي الشهيد بكربلاء، سيدنا علي بن أبي طالب رضي الله عنه. ഇത് റസൂലുള്ളാഹി വരെ ഈ പറഞ്ഞ ബുദുർഗോൻസെ ഇവിടെ സൂക്ഷിച്ചു വന്നു എന്നതിന്റെ സനദാണ് ഇത്. الشيخ محي الدين عبد القادر الجيلاني، الشيخ أبو سعيد مبارك بن علي المخزومي، الشيخ أبو الحسن علي بن يوسف القرشي، الشيخ أبو الفرج بن عبد الرحمن الطرطوسي، الشيخ أبو الفضل عبد الواحد بن الشيخ عبد العزيز اليمني، الشيخ عبد العزيز اليمني، الشيخ أبو بكر الشبلي، الشيخ أبو القاسم جنيد البغدادي، الشيخ سري السقطي، الشيخ معروف الكرخي، أمير المؤمنين الإمام علي موسى رضي الله عنه، أمير المؤمنين الإمام موسى الكاظم رضي الله عنه، أمير المؤمنين الإمام جعفر الصادق رضي الله عنه، أمير المؤمنين الإمام باكر رضي الله عنه، أمير المؤمنين الإمام زين العابدين رضي الله عنه، أمير المؤمنين الإمام حسين بن علي الشهيد بكربلاء رضي الله عنه، أمير المؤمنين سيدنا علي بن أبي طالب رضي الله عنه. إذا 45 ആളായി അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു വരെ മുറിയാത്ത പരമ്പര രേഖാമൂലം സൂക്ഷിച്ചുകൊണ്ടാണ് ബറകാത്തി സാദാത്തികളുടെ ശഅർ മുബാറക് മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ളത്. അതിന്റെ പരമ്പരയും കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. കഴിഞ്ഞ പരിപാടി സംഘടിപ്പിച്ചതിൽ ഏതെങ്കിലും കുട്ടികൾ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ, ആൺകുട്ടികൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വരൂ, പരിശോധിച്ചോ. നാളെ ആരോപണം പറയണ്ട. ഞങ്ങൾ പഠിച്ചിട്ടാണ് ഈ വിഷയത്തിൽ ഇറങ്ങിയത്. ഇനി പറയുന്ന ആളെ ഈ സനത് രണ്ടായിട്ട് എ പി ഉസ്താദ് വായിക്കുന്നൊരു ആരോപണം പറഞ്ഞു. രണ്ടായിട്ട് എവിടെയും വായിച്ചിട്ടില്ല. ഉസ്താദ് അവർ ഒരു സ്ഥലത്ത് ഈ സനത് പറയുമ്പോൾ അതിന്റെ വഴി പറഞ്ഞു കുത്തുബുദ്ദീൻ ഫിർദൗസി വഴി ഉള്ള ബറകാത്തി സാദാത്തീങ്ങൾ.
അല്ലാതെ ഇതിന്റെ വഴിയിൽ കുത്തുബുദ്ദീൻ ഫിർദൗസി ഉണ്ട് AP ഉസ്താദ് എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇവിടെ ഒന്ന് പ്രസംഗിച്ചു പോയ വിദ്വാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ കുടുങ്ങണ്ട. അതുകൊണ്ട് നിങ്ങൾക്കാർക്കും ഇവിടെ പരിശോധിക്കാം. ഞങ്ങൾ സ്വലത് കൊണ്ടുവന്നിട്ടുണ്ട്, ഉസ്താദ് വായിക്കുന്ന പ്രസംഗവും കൊണ്ടുവന്നിട്ടുണ്ട്, ആർക്കും പരിശോധിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും വ്യക്തമായി ബഹുമാനപ്പെട്ട ഷേഖ് മുബാറക് മർക്കസു സഖാഫത്ത് സുന്നയിൽ സൂക്ഷിച്ചു വരുമ്പോൾ അന്ന് ചില ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും ആരോപണം നടത്തി. മർക്കസിലുള്ള ഷേഖ് മുബാറക് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വരാനുള്ള കാരണം എന്താണ്? AP ഉസ്താദ് അവர்களോടുള്ള വ്യക്തിവിരോധം മാത്രമാണ്. അസൂയ വെച്ചിട്ട് കാര്യമില്ല. അതിന് കാസിനി തന്നെ മറുപടി പറയട്ടെ. കാണാത്തതും അറിയാത്തതും ഇല്ലെന്ന് പറയരുത്. അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസിലും ഒന്നും ഞാൻ കണ്ടില്ലല്ലോ, അതുകൊണ്ടില്ല എന്ന് പറയരുത്. ലോകം മുഴുവനും സഞ്ചരിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. അവർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഉൾക്കൊണ്ടേ പറ്റൂ. അതുകൊണ്ട് കാസിനി തന്നെ അതിന് പരിഹാരം പറയട്ടെ. പഠിച്ചോന്ന് അങ്ങനെ ചോദിക്കൂല. പഠിക്കാതെ ചോദിക്കുന്നതിന് അർത്ഥമില്ല. ഒരാള് ഒന്നുമില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? ഞാൻ പറയാണ് അമേരിക്ക ഇല്ല, ഞാൻ പറയാണ് ലണ്ടൻ ഇല്ല, അമേരിക്ക ഇല്ല, സ്വിറ്റ്സർലാൻഡ് ഇല്ല, ഫ്രാങ്ക്ഫർട്ട് ഇല്ല, ലക്സംബർഗ് ഇല്ല. എന്താ തെളിവ്? ഞാൻ കണ്ടിട്ടില്ല. അത് തെളിവാ, അത് തെളിവാ ഒക്കെ പറയാൻ ഉണ്ടെങ്കിൽ ഞാൻ കാണണ്ടേ? ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. കാണുന്നുള്ള വിചാരമല്ല, ഗവൺമെന്റ് പോവാൻ. അത് തെളിവാണോ? മറ്റന്മാര് അമേരിക്കയില്ല ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ കാണണ്ടേ? തെളിവാ. ലണ്ടൻ ഇല്ല, ലക്സംബർഗ് ഇല്ല, ഫ്രാങ്ക്ഫർട്ട് ഇല്ല, സ്ക്വയർ ഇല്ല. ഇതൊന്നും എന്താ ഇതിന്റെ തെളിവ്? ഉണ്ടെങ്കിൽ ഞാൻ കാണണ്ടേ? തെളിവല്ലല്ലോ സഹോദരങ്ങളെ, പരിശോധിക്കും. ഞാൻ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് തെളിവില്ല എന്ന് നിങ്ങൾ പറഞ്ഞു പോകരുത്. ഏതോ വഹാബി മൗലവിയാണ്, അവരുടെ കൂട്ടത്തിൽ ഖുർആൻ പ്രസംഗകനാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഏതായാലും ശരി, ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷേഖ് മുബാറക് നിങ്ങൾക്കത് ലഭിക്കാത്തതിന്റെയും അറിയാത്തതിന്റെയും പേരിൽ ആരോപണങ്ങളുമായി ഇറങ്ങേണ്ടതില്ല. ഞങ്ങളുടെ പണ്ഡിതന്മാര് ആവശ്യമായ രേഖകളോടെയാണ് അത് സൂക്ഷിച്ചിട്ടുള്ളത് കേട്ടോ. അല്ലാതെ എവിടെന്നും ഒരു മുടി കൊണ്ടുവന്നിട്ട് ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവர்களോ മറ്റു ആലിമീങ്ങളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് ആരോപിച്ചിട്ടില്ല. ഇനിയോ ഒരുപാട് വിശദീകരിക്കാൻ ഇത് സംബന്ധമായുണ്ട്, പക്ഷേ സമയം ഞാൻ പരിഗണിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ മർക്കസിൽ ബറകാത്തി സാദാത്തീങ്ങളുടെ പരമ്പരയിലൂടെ ഷേഖ് മുബാറക് വന്നപ്പോൾ ഇവിടെ ഇന്ന് വിമർശനത്തിൽ ഏറ്റവും മുമ്പിലുള്ള അമ്പലക്കടവ് ഫൈസി അയാൾ പറഞ്ഞു ഹസറജിയുടെ വീട്ടിൽ ഒരു ഷേഖ് മുബാറക് ഉണ്ടെന്ന് രേഖാമൂലം അറിയാം എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ആ പ്രസംഗം വരട്ടെ. ഷേഖ് മുബാറക് ഹസറജിയുടെ വീട്ടിലുണ്ട് എന്ന് ആദ്യം പറഞ്ഞതാരാ? അമ്പലക്കടവ് ഫൈസിയാ. വരട്ടെ. അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഹസ്റജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുഎയുടെ മന്ത്രി. അദ്ദേഹം ഹസ്റജി കുടുംബമാണ്. അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായൊരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവൽ 12-നും റമദാൻ 27-ാം രാവിന്റെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ മുമ്പത്തെ പരിപാടി നടത്തിയ കുട്ടികളെ അബൂദാബിയിലെ രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. അവിടെ ഷേഖ് മുബാറക് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇന്ന് ഏറ്റവും വലിയ പ്രസംഗവുമായി രംഗത്ത് നിൽക്കുന്ന അമ്പലക്കടവ് ഫൈസി മർക്കസു സഖാഫത്ത് സുന്നിയിൽ ആദ്യത്തെ ഷേഖ് മുബാറക് കിട്ടിയപ്പോൾ ഇവിടെ പറഞ്ഞു മർക്കസിൽ അവിടുന്ന് ഖസറജി ഫാമിലിയിൽ ഒരു ഷേഖ് മുബാറക് ഉണ്ടെന്ന് രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. പിന്നീട് മർക്കസു സഖാഫത്ത് സുന്നിയിൽ AP ഉസ്താദ് അവരുടെ കയ്യിലേക്ക് ഈ ഷേഖ് മുബാറക് കിട്ടിയപ്പോൾ രേഖയെല്ലാം ചോർന്നുപോയി. ഇത് വിചാരിക്കുമ്പോ ഞങ്ങൾ ഈ പരിപാടി വെക്കാനുള്ള കാരണം എന്തറിയോ? സത്യത്തിൽ ഇതിന്റെ വിമർശനവുമായി വേദിയിലിറങ്ങുന്നതിൽ വളരെ വേദനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമ്മുടെ കൽബിന്റെ രാജാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്ന ആളുകൾക്ക് അവിടെ ഷേഖ് മുബാറക്കിനെ സ്നേഹിക്കൽ അനിവാര്യമായ ബാധ്യതയാണ്. അത്തരം സ്നേഹമസൃണമായ ഒരു വിഷയത്തെ വെറുതെ വിവാദങ്ങളിലൂടെ വലിച്ചെടുത്ത് ജനങ്ങളുടെ കൽബിൽ വസുവാസുണ്ടാക്കുന്ന ചില ആളുകൾ ആ വസുവാസുണ്ടാക്കാൻ ഇറങ്ങിയപ്പോ തിരിക്കാൻ വേണ്ടി, സത്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രം വളരെ വേദനയോടെയാണെങ്കിലും
നിർബന്ധിതരായതുകൊണ്ട് മാത്രം ഇറങ്ങിയതാണ്. കാരണം നമ്മുടെ മുൻഗാമികളായ ഇമാമുകൾ ആരാണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോഴേക്ക് ഹബീബ് മനസ്സിൽ വന്നിട്ട് ബോധം കെട്ട് വീണുപോയ ഇമാമീങ്ങളുണ്ട്. ഞാൻ എന്റെ സ്നേഹപ്രഭാഷണത്തിലെല്ലാം അവരുടെ പേരും ഇമാമീങ്ങളുടെ സംഭവങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 260 മണിക്കൂർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മാത്രം സാധുവായ ഞാൻ സംസാരിച്ച സീഡികൾ വിപണിയിലുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച മഹാന്മാരായ ആളുകൾ പേര് പറയുമ്പോഴേക്ക് ആദരവ് കൊണ്ട് അവരുടെ കൽബ് പൊട്ടിപ്പോയ മഹാന്മാരാണ്. മദീന എന്ന് കേൾക്കുമ്പോഴേക്ക് കൽബ് പൊട്ടിപ്പോയ മഹാന്മാരാണ്. ഉമറുൽ ഖാദി തങ്ങളെ മദീനയിലേക്ക് ചെന്നപ്പോ ഇത് ജിൽതു ത്വയ്ബത റൗമ സൗറത ഖബരിഹി ഉഗ്നീതു മദ്ഹൂശൻ ബിഹൈബതി ഖദരിഹി. മദീനയുടെ മണൽപ്പരപ്പിന്റെ അതിർത്തിയിലേക്ക് വന്നപ്പോ ഹബീബിന്റെ ബഹുമാനം കൊണ്ട് എന്റെ മനസ്സിന്റെ നില തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് മദീനത്ത് റൗളാ ശരീഫിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് റൗളത്തുൽ മുശറഫയുടെ അകത്തളത്തിൽ നിന്ന് പ്രത്യഭിവാദനത്തിന്റെ സൂചനകൾ ലഭിച്ച മഹാനാണ് ഉമറുൽ ഖാദി. ലഹൽ ഹിലാലു ഹിലാലുൽ ലാമിഉൽ അലമി ലില്ലാഹി ദാഇൻ റസൂലുള്ളാഹി ലിൽ ഉമമി. പുള്ളിയില്ലാത്ത അറബിയത്രങ്ങൾ കൊണ്ട് മാത്രം മഹത്തായ ഒരു കവിത എഴുതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹാണ്. 27 വരിയുള്ള കവിതയാണ്. പുള്ളിയുള്ള അക്ഷരങ്ങൾ കൊണ്ട് മാത്രം വേറെ ഒരു കവിത എഴുതി യുസഖിഖുനി ശറഫി ഫഖിഫ്തു തജന്നുനി ബിനസ്ഖിൻ ശബീൻ നബിയ്യിൻ യുനസ്സകൂ. അത്രയും വലിയ മുഹിബ്ബീങ്ങളാണ് ലോകത്ത് കഴിഞ്ഞുപോയത്. എണ്ണിപ്പറഞ്ഞാൽ തീരുകയില്ല. ആ ഹബീബിനോടുള്ള മഹബത്തോടെ ചുംബനം കൊടുത്ത് സ്വീകരിക്കേണ്ട ഷഹർ മുബാറക്കിന് യുക്തിവാദികളുടെയും മറ്റു മതക്കാരുടെയും ഇടയിൽ ആ തരം താണ വിധത്തിൽ ചർച്ച ചെയ്യാൻ അവസരമുണ്ടാക്കിയ സംഘടനക്കാരെ നാളെ ഖബറിൽ വരുമ്പോ കാണിക്കപ്പെടുന്ന നേതാവാരാണ്? ഞങ്ങളോടി ചെന്ന് ചുംബനം ചെയ്യും ഇൻഷാ അല്ലാഹ്. ഞങ്ങളുടെ കരളിന്റെ കാതലായ റഹ്മത്തുൽ ആലമീൻ അല്ലാഹുവേ, ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയുന്നതിന് പകരം ഹബീബിന്റെ വിശുദ്ധ കേശത്തെ മുടിക്കെട്ടെന്ന്, ആ വിശുദ്ധ കേശം കയ്യിൽ കൊണ്ട് നടക്കുന്നവരെ മുടിയന്മാരെന്ന്, അവിടുത്തെ വിശുദ്ധ കേശം കൊണ്ട് നടക്കുന്ന അലിവീങ്ങളെ കേശവന്മാരെന്ന് നിങ്ങളുടെ ദാറുൽ ഹുദയിലെ കുട്ടികൾ എഴുതിയില്ലേ? എന്ത് ഹിദായത്താണോ നിങ്ങളുടെ ദാറുൽ ഹുദയിലുള്ളത്? അങ്ങനെ പറയാൻ മഹബ്ബത്തുള്ളവർക്ക് സാധ്യമല്ല. ദമാസ്കസിലെ ഖാദിയുടെ മുമ്പിലേക്ക് ഒരു വിഷയം വന്നു. എന്താണ് വിഷയമെന്നറിയുമോ? ഒരാൾ മറ്റൊരാളുമായി തർക്കിച്ചു. തർക്കത്തിൽ വന്നപ്പോ രണ്ടാമത്തെ ആൾ പറഞ്ഞു, നീ റസൂലുള്ളയാണെങ്കിലും നിന്നെ ഞാൻ അംഗീകരിക്കൂല. അയാൾ റസൂലുള്ളയെല്ലാം ഉറപ്പാ, അയാൾ റസൂലുള്ളയെല്ലാം ഉറപ്പാ. എന്നിട്ട് പറഞ്ഞു, നീ റസൂലുള്ളയാണെങ്കിൽ പോലും ഞാൻ അംഗീകരിക്കൂല. ഇങ്ങനെ പറഞ്ഞ ആളെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ ഖാദി പറഞ്ഞ മറുപടി, അവനെ ശിക്ഷ നടപ്പിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ അങ്ങനെ പ്രയോഗങ്ങൾ കൊണ്ട് പോലും ഇടയിൽ വലിച്ചിട്ടുകൂടാ. ഈ അദബും മര്യാദയും സാധാരണക്കാരായ മുഅ്മിനീങ്ങളെ പഠിപ്പിക്കേണ്ട മുസ്ലിയാക്കന്മാരാണ്. ഇന്ന് വേദി കിട്ടിയിട്ട് പണ്ഡിതന്മാരെ തേജോവധം ചെയ്യുക മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ സ്വീകരിക്കുന്ന ഷഹർ മുബാറക്കിനെ ആക്ഷേപിക്കുന്നത് നിങ്ങൾക്കറിയുമോ? വിശദമായി ഞാൻ കടന്നു പോകുന്നില്ല. മർക്കസിലേക്ക് രണ്ടാമത്തെ ഒരു സമ്മാനമായി UAE-യിലെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി
ലക്ഷക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട് സമ്മേളനത്തിൽ വെച്ച് കൊടുത്തതാണ് രണ്ടാമത്തെ ഷഅർ മുബാറക്. ആ കൊടുക്കുന്ന രംഗം നിങ്ങൾക്ക് ഇവിടെ കാണാം. നീ സാധാരണക്കാരായ ആളുകൾ കഴിക്കും കാന്തപുര ഉസ്താദ് എവിടുന്ന് ഒരു മുടി കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വാദിക്കുന്നത്. തെറ്റിദ്ധരിക്കല്ലേ മുഅ്മിനീങ്ങളെ. ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളുള്ള സമ്മേളനത്തിൽ ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നുമുള്ള പണ്ഡിതന്മാരുള്ള വേദിയിൽ വെച്ച് കൊടുത്ത ഷഅർ മുബാറക്കാണ്. ആ രംഗം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ സത്യത്തിന്റെ വർത്തമാന പുലർച്ചയും കാഴ്ചയുമാണ് മർക്കസ് 33-ാം വാർഷിക സമാപന സമ്മേളന വേദിയിൽ ദൃശ്യമായത്. ദുബൈ ഔഖാഫ് ഹെറിറ്റേജ് മേധാവിയും അൻസാർ കുടുംബാംഗവുമായ ഷെയ്ഖ് ഹസ്രജി കാന്തപുരത്തിന്റെ കരങ്ങളിലേക്ക് തിരുകേശം ആദരവോടെ കൈമാറി. കേരള ജനതയ്ക്കൊപ്പം ഷെയ്ഖുന കാന്തപുരം അത് ഹൃദയധന്യതയോടെ നെഞ്ചേറ്റി മാറോട് ചേർത്തു. മർക്കസ് അങ്ങനെ പ്രവാചക സ്നേഹത്തിന്റെ സാഗരത്തിൽ ലയിച്ചു ചേർന്നു. ഇന്ന് പ്രവാചക തിരുശേഷിപ്പിന്റെ മുഖമുദ്രയായ തിരുകേശം സൂക്ഷിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി മർക്കസും ലോകതലത്തിൽ രേഖപ്പെട്ടു കഴിഞ്ഞു. എന്നെ സന്തോഷിപ്പിക്കുകയാണ് أن أعلن باسم سيد الوالد سماحة الإمام محمد الخزرجي رضي الله عنه. എന്റെ വന്യരായ പിതാവ് സമാഹത്തുൽ ഇമാം മുഹമ്മദുൽ ഖസ്റജി റളിയല്ലാഹു അൻഹുവിന്റെ പേര് നിങ്ങളുടെ മുമ്പിൽ ഉറക്കെ പറയുന്നത് എന്നെ സന്തോഷിപ്പിക്കുകയാണ്. وباسم الأنصار في العالم. അതുപോലെ അൽ അൻസാർ ഫിൽ ആലം, ലോകത്ത് അൻസാരികളുടെ പേരും അൻസാർ എന്ന സംഘടനയുടെ പേരും പറയുന്നതും ഞാൻ സന്തോഷത്തോടെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. وباسم مجلس أمناء الخزانة الخزرجية للآثار النبوية الشريفة. അതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആധാറുകൾ സൂക്ഷിച്ചു വരുന്ന ഖസാനത്തുൽ ഖസ്റജിയ എന്ന ആ മഹത്തായ സംരംഭത്തിന്റെ ആ ബോർഡിന്റെ അതിന്റെ നേതാവും പ്രസിഡന്റുമാണെന്ന നിലക്കും ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ അറിയിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. نقل أمانتي وحفظي وصوني وخدمتي. അതെ, അമാനത്ത് സൂക്ഷിപ്പിന്റെയും അതുപോലെ കാത്തു സൂക്ഷിക്കൽ സംരക്ഷിക്കുന്നതിന്റെയും സേവനത്തിന്റെയും കാര്യം ഞാൻ നീക്കിവെക്കുകയാണ്. شعرة نبوية طاهرة من الذات النبوية الشريفة. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വന്ന ഏറ്റവും സംശുദ്ധമായ മഹത്തായ പവിത്രമായ അവിടുത്തെ പുണ്യ കേശം മുടി. إلى فضيلة الشيخ العالم أبو بكر بن أحمد مسليار. الله أكبر الله أكبر الله أكبر. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുടികളിൽ നിന്ന് ഞങ്ങളുടെ ആധാറുകളിൽ ഞങ്ങൾ സൂക്ഷിച്ചു വരുന്ന മുടി മഹാനായ ഷെയ്ഖ് അബൂബക്കർ അഹ്മദ് അവറുകളിലേക്ക് ഞാൻ അതിന്റെ സൂക്ഷിപ്പ് ഇപ്പോൾ നീക്കിക്കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. تدعيما منا لموقفه وشكرا على ما يبذله من أجل نشر العلم وخدمة الإسلام الحنيف. പരിശുദ്ധ ഇസ്ലാമിന്റെ സേവനവും വിജ്ഞാനത്തിന്റെ പ്രചരണവും അതിനുവേണ്ടി അദ്ദേഹം ചിലവഴിച്ച സമയങ്ങളും സന്ദർഭങ്ങളും പ്രയാസങ്ങളും അതിനെല്ലാം നന്ദിയായി അവിടുന്ന് കാണിച്ച ഈ ദീനീ സേവനത്തിന്റെ വക ആദരവായി അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ഞാൻ ഇതാ ഷെയ്ഖ് അബൂബക്കറിന് കൈമാറാൻ പോവുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു تكريما له واختصاص من سيدي مولاي ورسول الله صلى الله عليه وآله وصحبه وسلم. ഇത് ഷെയ്ഖ് അബൂബക്കർ അവറുകൾക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വകയിലുള്ള ഒരാദരവായിട്ടാണ് ഞാൻ ഇത് നീക്കം ചെയ്യുന്നത് എന്നുകൂടി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. وسيتفضل الشريف الشيخ سيدي محمد قاضي بقراءة السند الشريف. والسلام عليكم ورحمة الله تعالى وبركاته. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം മഹാനായ ഷെയ്ഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവർകൾ അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ്
ഇവിടെ വെച്ച് ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സറഫാക്കപ്പെട്ട മുടി ശൈഖ് അബൂബക്കർ അവരുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. ഡൽഹിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാറുകൾ സൂക്ഷിച്ചു വരുന്ന ഷാജഹാൻ ചക്രവർത്തിയുടെ കാലം മുതലേ സൂക്ഷിച്ചു വരുന്ന പരമ്പരയിൽപ്പെട്ട സയ്യിദ് ബാഖിർ അഹമ്മദ് അവറുകളും ഈ സദസ്സിൽ പ്രത്യേകമായി ഹാജരായിട്ടുണ്ടെന്നും നേരത്തെ ഇവിടെ സയ്യിദ് ബറക്കാത്തി സയ്യിദന്മാർ മുഖേന ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾക്ക് ലഭിച്ച മുടി ഇവിടെ സൂക്ഷിപ്പുണ്ടെന്നും അതിന്റെ പുറമെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ബഹുമാനപ്പെട്ട ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട സഹാബത്ത് അൻസാരികളായ സഹാബത്തിന്റെ ഗോത്രപരമ്പരയിൽപ്പെട്ട UAE ഗവൺമെന്റിന്റെ ഔഖാഫിലെ മന്ത്രിയായിരുന്ന മഹാനവറുകളുടെ മകനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ആ മന്ത്രി സമാഹത്തിൽ ഇമാം മുഹമ്മദ് അൽ ഖസ്റജി അവരുടെ മകൻ അഹ്മദ് മുഹമ്മദ് അൽ ഖസ്റജി അവറുകളാണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉസ്താദ് അവറുകളുടെ കയ്യിലേക്ക് കൈമാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദ് അവറുകളോട് ഷെയ്ഖ് അഹമ്മദ് അവറുകൾ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും എഴുന്നേറ്റ് നിന്നോളൂ. تتجلى في هذا المجلس وهذا الجمع الكثير والجمع العظيم بشائر رسول الله صلى الله عليه وسلم. ഉസ്താദ് അവരുടെ കയ്യിലേക്ക് ഖസ്റജി വിശുദ്ധ കേസം കൊടുത്ത രംഗമാണ്. ഇവിടെ ജനങ്ങൾ വിചാരിച്ചെന്താ, എവിടുന്നോ AP ഉസ്താദ് ഒരു മുടി കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിയാണെന്ന് വാദിക്കുന്ന ഈ വേദിയിൽ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തിയായ അലി ജുമഅയുണ്ട്, സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരുണ്ട്, UAE പണ്ഡിതന്മാരുണ്ട്, അൽ-അഹ്സ എന്ന പ്രദേശത്ത് നിന്ന് വന്ന രചയിതാക്കളും ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരുമായ ആളുകളുണ്ട്. അങ്ങനെ ലോകത്ത് മൊറോക്കോയിൽ നിന്ന് വന്ന ആളുകളുണ്ട്. അങ്ങനെ ലോകത്തെ വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന നൂറുകണക്കിന് ഉന്നതന്മാരായ പണ്ഡിതന്മാരുള്ള സ്റ്റേജിൽ വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവരുടെ കയ്യിലേക്ക് അൻസാറുകളുടെ നേതാവായ ഇന്ന് ജീവിച്ചിരിക്കുന്ന അൻസാറുകളുടെ പ്രതിനിധിയായ അവിടുന്ന് ഖസ്റജി തിരുകേശം കൈമാറ്റം ചെയ്യുന്നത്. ഇങ്ങനെ രണ്ട് മുഅ്മിനീങ്ങൾ കൊടുത്താൽ തന്നെ ഇനി സനദ് വേണം. നിങ്ങൾ പറയൂ, കള്ളുകൂടിയന്മാരും പെണ്ണുകൂടിയന്മാരും തോന്നിവാസികളും ഒക്കെ ആയ മുസ്ലിമീങ്ങൾ കുറെ ഉണ്ടാവും പല സ്ഥലത്തും. പക്ഷേ ഒറ്റ കുട്ടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയില്ല. അപ്പോൾ ഈ ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ലാത്ത ഒരു ശഅർ മുബാറക കള്ളമായി ഇവിടെ കൊടുത്തതാണോ? അതിന് സാക്ഷ്യം വഹിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ അലി ജുമഅയെ പോലെ ലോകത്തറിയപ്പെടുന്ന പണ്ഡിതന്മാര് മൗനം ദീക്ഷിക്കുമോ? സൗദിയിലെ പണ്ഡിതന്മാര് മൗനം ദീക്ഷിക്കുമോ? അവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആദരവോടെ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളുടെ സാന്നിധ്യത്തിൽ നൽകിയ ശഅർ മുബാറക. ഇത് കേൾക്കുന്നുണ്ടോ വഹാബികളെ? ഇത് കേൾക്കുന്നുണ്ടോ കുട്ടികളെ? അൻസാറുകളുടെ പ്രാധാന്യം അറിയോ കുട്ടികളെ? കാസിമേ കിടക്കുന്ന ഇടപെട്ടെ. വെറുതെ ഇരിക്കണ്ട, വഹാബിയെ പോലെ വെറുതെ കേൾക്കാൻ വേണ്ടി ഇരിക്കണ്ട, വഹാബിയാവണ്ട, വെറുതെ നോട്ടീസ് ഒട്ടിക്കണ സുന്നിയാകണ്ട. അങ്ങനെയും കുറച്ച് സുന്നിയാളുണ്ട്. പല പണി സുന്നത്യമായിട്ടൊന്നും അവർക്ക് ജീവിതത്തിലില്ല. അവർ മനസ്സിലാക്കണ കുറച്ച് നോട്ടീസ് ഒട്ടിച്ചാൽ ഉറങ്ങത്തിൽ പോകുന്ന അങ്ങനെ കുറച്ച് അന്തം വിട്ട സുന്നിയാൾ ഇപ്പോഴത്തെ കാലത്തുണ്ട്. അക്കൂട്ടത്തിൽ പെടണ്ട. നോട്ടീസൊക്കെ നല്ല തന്നെയാ, നോട്ടീസ് ഒട്ടിക്കൽ ആവശ്യം തന്നെയാ. പക്ഷേ നോട്ടീസ് ഒട്ടിച്ചുകൊണ്ട് മാത്രം സ്വർഗത്ത് കിടക്കുമെന്ന് വിചാരിക്കണ്ട. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹുബ്ബ് വെക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതാരോടാ? എന്റെ നാട്ടിൽ കൊണ്ടുവന്ന് ഇവിടുത്തെ പരിപാടിക്ക് പല സ്ഥലത്തും നോട്ടീസ് ഒട്ടിക്കാഞ്ഞിട്ട് മയ്യത്തിങ്കരയിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചു. കാരണം ഞാൻ തൊട്ടടുത്ത് ഷെയറുമാർക്ക് പറഞ്ഞ ആളായതുകൊണ്ട്. അതുകൊണ്ട് നോട്ടീസ് ഒട്ടിക്കുന്ന കുട്ടിയെ നിങ്ങളുടെ നേതാവായ കാസിമിയാണ് നിങ്ങളോട് ഉപദേശിക്കുന്നത്. ശ്രദ്ധാപൂർവം കേട്ടോളൂ. ആ മനുഷ്യനെ സ്നേഹിച്ച മനുഷ്യനെ സ്നേഹിക്കുക. ആയത്തുൽ ഈമാൻ ഹുബ്ബുൽ അൻസാർ. അൻസാരികളെ സ്നേഹിക്കൽ ഈമാന്റെ ലക്ഷണമാണ്. അൻസാരികൾപ്പെട്ടയാളാണ് ഖസ്റജി. അൻസാരികളെ സ്നേഹിക്കൽ ഈമാനിന്റെ ലക്ഷണമാണ്. അൻസാരികൾ എന്നെ സ്നേഹിച്ചവരാണ്. എന്നെ സ്നേഹിച്ചവരെ സ്നേഹിക്കൽ ഈമാന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് നബി
സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോ? എന്നാൽ അൻസാറികളെ ബലവെക്കാതെ, അൻസാറികളെ ആക്ഷേപിക്കുന്നവർ, അൻസാറികളെ കുറ്റം പറയുന്നവർ, അൻസാരികളുടെ മക്കൾ കൊണ്ടുവന്നത് സമ്മതമല്ലാതെ പറയുന്നവരാരാ? അത് നിങ്ങളുടെ കാസിമി പറയട്ടെ. ആയത്തുൽ മുനാഫിഖ്, ആയത്തുൽ നിഫാഖ്, ബുഗ്ളുൽ അൻസാർ, ആയത്തുൽ നിഫാഖ് ബുഗ്ളുൽ അൻസാർ, ആയത്തുൽ നിഫാഖ് ബുഗ്ളുൽ അൻസാർ. എന്നെ സ്നേഹിച്ചവരെ സ്നേഹിക്കാതിരിക്കൽ കാപട്യത്തിന് ലക്ഷണമാണ് മുഹമ്മദ് നബി. ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറക്കരുത് നിങ്ങൾ തലവെട്ടിയാ മറക്കരുത്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ആയത്തുൽ ഈമാൻ ഹുബ്ബുൽ അൻസാർ വ ആയത്തുൽ നിഫാഖ് ബുഗ്ളുൽ അൻസാർ. എന്നെ സ്നേഹിച്ചവരെ സ്നേഹിക്കൽ ഈമാന്റെ ലക്ഷണമാകുന്നു. എന്നെ സ്നേഹിച്ചവരെ വെറുക്കൽ കുഫറിന്റെ, നിഫാഖിന്റെ, കാപട്യത്തിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് നബി. ഞാനത് വിശദീകരിക്കേണ്ടതില്ല. എന്നാൽ ഇവിടെ നിങ്ങൾ കൊണ്ടുവന്ന മലപ്പുറത്തുനിന്ന് വണ്ടിയേറ്റി കൂലി കൊടുത്ത് കൊണ്ടുവന്നല്ലോ കുട്ടികളെ. നിങ്ങൾ കൊടുത്ത വണ്ടിക്കൂലിയും ചെലവഴിച്ച സമയവും കെട്ടിയ വേദികളെല്ലാം നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച ആളുകളെ ആക്ഷേപിക്കാനല്ലേ ഒരു മൗലവിയെയും കൊണ്ട് നിങ്ങളുടെ പ്രസംഗിക്കാനെത്തിയത്? റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടുമോ കുട്ടികളെ? വേഗം തൗബ ചെയ്ത് മടങ്ങിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലേക്ക് മടങ്ങി വന്നോ. ഞങ്ങൾക്കിവിടെ പരിപാടി സംഘടിപ്പിച്ച കുട്ടികളോട് ദേഷ്യമില്ല, അവരോട് വിരോധമില്ല. അവർ നമ്മുടെ സഹോദരങ്ങളാണ്. അവർ നല്ലത് സ്വീകരിച്ച് സത്യത്തിന്റെ വഴിയിലേക്ക് വരട്ടെ. ഞങ്ങളത് ഇഷ്ടപ്പെടുന്നവരാണ്. ഒരാൾ കേടുവന്നിട്ട് ഞങ്ങൾക്കൊന്നും ഇവിടെ കിട്ടാനില്ല. നിങ്ങളും ഞങ്ങളോടൊപ്പം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കണം. അല്ലാഹുവിന്റെ ദീന് സത്യസന്ധമായി ഉൾക്കൊള്ളണം. നാട്ടുകാരായ രക്ഷിതാക്കളെ, ഇത്രയും സ്പഷ്ടമായി ലക്ഷക്കണക്കിന് മോമിനീങ്ങളുടെ സന്നിധിയിൽ ലോകത്തറിയപ്പെടുന്ന നൂറുകണക്കിന് ആലിമീകളുടെ സാക്ഷിത്വത്തോടെ നൽകിയ ഷേർ മുബാറക്കാണ് ഈ നാട്ടിൽ എവിടെന്നോ എന്നൊരു മുസ്ലിയാർ വന്ന് ചോദ്യം ചെയ്തത് എന്ന യാഥാർത്ഥ്യം ഈ നാട്ടിലെ ഉപ്പ ഉമ്മമാര് മനസ്സിലാക്കണം, ജ്യേഷ്ഠന്മാര് മനസ്സിലാക്കണം, സഹോദരങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവിടെ ഈ വേദി ഉണ്ടാക്കിയത്. ഈ പരിപാടി ഇവിടെ നേരത്തെ പരിപാടി സംഘടിപ്പിച്ച കുട്ടികൾക്ക് അവർ ഉൾക്കൊള്ളുന്ന ആശയത്തോട് വല്ല പ്രതിബദ്ധതയും വല്ല ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ ഈ വേദിയിലേക്കൊന്ന് വരാമോ? ഈ വിഷയങ്ങളൊന്ന് പരിശോധിച്ചുകൂടെ? നാളെ മുതൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷേർ മുബാറക്കിനെ ആക്ഷേപിച്ചുകൊണ്ടിറങ്ങണ്ട. വേദിയിലിരുന്നു കൊണ്ട് തലയാട്ടി ചിരിച്ച മുസ്ലിയാന്മാരെ, നിങ്ങളുടെ മുമ്പിൽ വെച്ച ഫത്ഹുൽ മൊഴിയിൽ നിങ്ങൾക്ക് വല്ല ബന്ധവുമുണ്ടോ? ആദ്യമായി ഓമന മക്കളെ പഠിപ്പിക്കേണ്ടത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം ഉൾക്കൊള്ളാതെ തലപ്പാവ് കിട്ടിയിട്ട് തൊപ്പി ധരിച്ച് താടി വെച്ചിട്ട് കഴിഞ്ഞ പരിപാടിയുടെ വേദിയിൽ ഇരുന്നിട്ട് നിങ്ങൾ കുലുങ്ങി ചിരിച്ചില്ലേ? റബ്ബിന്റെ കോടതിയിൽ ഹാജരാകേണ്ടതില്ലേ? കമ്പ്യൂട്ടറിൽ കാണിച്ചു ഒരു സ്ഥലം ഞാൻ ആരുമല്ല. എനിക്കിത് കണ്ടാൽ സമയം തരാം. അല്ല, വെല്ലുവിളിച്ചതാണ് ഇവിടെ. സ്റ്റേജിലേക്ക് കയറുവാൻ സദസ്സന ഇവിടെ ഉണ്ടതില്ല. ഞാനത് കൈകാര്യം ചെയ്തോളൂ. അതെ, ആ കമ്പ്യൂട്ടർ ഇരുത്തമാണ്. ഞാൻ ആരും അല്ലാതെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റില്ല. ഞങ്ങളുടെ പണ്ഡിതന്മാർ കാണിക്കുന്നത് ഈ പണ്ഡിതന്മാരെ നിങ്ങളുടെ പണ്ഡിത ലോകം മുഴുവനും കേൾക്കെ എ പി ഉസ്താദ് വായിച്ചത് കേട്ടല്ലോ. എ പി ഉസ്താദ് വായിച്ചത് കേട്ടല്ലോ. അതിന് സദസ്സ് ഇടപെടേണ്ടതില്ല, ഒരു പ്രശ്നവുമില്ല. അതെ, ലാപ്ടോപ്പിൽ അവിടെ താഴെ ഒരു പ്രശ്നമൊന്നുമില്ല. നമ്മൾ പറഞ്ഞ സനത് അവർ പരിശോധിക്കുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ സനതിൽ വല്ല ന്യൂനതയും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ പരിപാടി തീരുന്നതിന് മുമ്പ് പറഞ്ഞതാണ്. എനിക്ക് ചോദിച്ചിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഇനി എസ് കെമാർ വന്ന് സനത് ചോദിച്ചു ബോധ്യപ്പെട്ടു എന്ന് പറയരുത്. ബോധ്യപ്പെട്ടു പറയില്ല, ഞങ്ങൾ വന്നപ്പോൾ കൊടുത്തു എന്ന് പറയും. പ്രിയ
സ്തുതിക്കേണ്ട സമയമാണ്. കഴിഞ്ഞ പ്രസംഗകൻ ഇവിടെ പറഞ്ഞിരുന്നു, ഞാൻ സനതും കൊണ്ടേ വരാവൂ എന്ന്. ഞാൻ സനതും കൊണ്ടേ ഇവിടെ വന്നിട്ടുള്ളൂ എന്നതിന് നിങ്ങളുടെ സെക്രട്ടറി സാക്ഷിയാ. ദിഗംബരങ്ങൾ പൊട്ടുമാറുച്ചത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ സാക്ഷിയാ. എഴുതിയെടുത്തോളൂ. ഞങ്ങൾ പ്രസംഗം തുടങ്ങുന്നു. അത് അദ്ദേഹത്തിന് അവിടെ എഴുതിയെടുത്തോളൂ. പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെക്കുന്നവരും സദസ്സിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. സനത് ആവശ്യപ്പെട്ടുകൊണ്ട് കുറച്ചുനാൾ ഓതാനൊക്കെ പോയ ഒരു കുട്ടിയാണ് വന്നിട്ടുള്ളത്. ആ കുട്ടിക്ക് എഴുതാനും വായിക്കാനൊക്കെ അറിയുന്ന കുട്ടിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എഴുതി റെഡിയാക്കിയിട്ട് ഈ സനതും കാര്യങ്ങളുമൊക്കെ നിങ്ങളുടെ സ്റ്റേറ്റ് നേതാക്കളുടെ മുന്നിൽ കൊടുക്കുകയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആധികാരിക പണ്ഡിത സംഘടന, ചെറുശ്ശേരി സൈനുദ്ദീൻ ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന സംഘടന ഔദ്യോഗികമായി സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരോട് ആവശ്യപ്പെട്ടാൽ നിശ്ചയമായും ഈ സനത് കൊടുക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുക. ആദ്യം അതവ് വേണം. ഒരു പണ്ഡിത സംഘടന എന്ന് പറയുമ്പോൾ ആ പണ്ഡിത സംഘടനയുടെ താഴെയുള്ള ആളുകൾ സനത് ചോദിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്നതിന് മുമ്പ് ഔദ്യോഗികമായി പണ്ഡിതന്മാർ, ഉലമാക്കൾ അവർ നേരിട്ട് ചോദിച്ച് അവർ ആ സനത് വാങ്ങാൻ തയ്യാറായതിനു ശേഷമാണ് കുട്ടികൾ രംഗത്തിറങ്ങേണ്ടത്. അതാണ് ഞങ്ങളുടെ പാരമ്പര്യമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വിഷയം തുടരുന്നു. സദസ്സെല്ലാം ശാന്തമായിരിക്കണം. നമുക്കിവിടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയാനുണ്ട്. ലോകത്തിന്റെ മുഴുവനും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക്ക് ഹസ്രജിയുടെ പക്കൽ ഉണ്ട് എന്ന് രേഖാമൂലം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രേഖാമൂലമുണ്ട് എന്നാ ആദ്യം അമ്പലക്കളവ് പൈസ പറഞ്ഞത്. എന്നാൽ അപ്പോൾ തന്നെ പിന്നീട് ഇപ്പൊ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹർ മുബാറക്ക് EP ഉസ്താദ് അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ കാസിമി പറഞ്ഞു, അതുപോലെ തന്നെ ഈ അമ്പലക്കടവ് പൈസയും പറഞ്ഞു. അത് ഞാൻ വേറൊരാളിൽ നിന്ന് കേട്ടതാണ്, രേഖാമൂലം ഉള്ളതല്ല. അതിന് കള്ളസാക്ഷി നിൽക്കുന്നു കാസിമി. കേട്ടോളൂ നിങ്ങൾ. ആദ്യം സല്ലല്ലാഹു മുടി അവിടെ ഉണ്ട് എന്ന് പറയുന്ന ആ മുടി തന്നെ കൈമാറി. എന്തായി സംഭവിച്ചത്? സ്വാഭാവികവും എന്നോട് പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ പറഞ്ഞു, ഉസ്താദെ അതിനെ എതിർത്ത് പ്രസംഗിക്കണം പറഞ്ഞു. ഞാൻ പറഞ്ഞു എതിർത്ത് പ്രസംഗിക്കാൻ പറ്റൂല, അതിനെ കുറിച്ച് പഠിക്കണം, കാരണം മുടിയുണ്ട്, ഞാൻ ശരിക്കും കേട്ടിട്ടുണ്ട്. ഞാൻ പറ്റൂല, അതിനെ കുറിച്ച് പഠിക്കണം, കാരണം മുടിയുണ്ട്, ഞാൻ ശരിക്കും കേട്ടിട്ടുണ്ട്. ആദ്യം അദ്ദേഹം പ്രസംഗിക്കേണ്ട ഹസ്രജിയുടെ അടുക്കൽ ഷഹർ മുബാറക് ഉണ്ടെന്ന് രേഖകൾ പറയുന്നു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ബുദ്ധിയും വിവേകവുമുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കണം. ആദ്യം അമ്പലക്കടവ് പൈസ പറഞ്ഞ എന്താ? ഹസ്രജിയുടെ അടുക്കൽ ഷഹർ മുബാറക് ഉണ്ട് എന്ന് രേഖകൾ സംസാരിക്കുന്നതാ. അതെനിക്കിവിടെ കേൾപ്പിക്കുമോ? അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഹസ്രജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, UAE മന്ത്രി. അദ്ദേഹം ഹസ്രജി കുടുംബമാണ്. അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായ ഒരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവൽ 12-നും റമദാൻ 27-ാം രാവിന്റെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ആദ്യം EP ഉസ്താദിന്റെ കയ്യിൽ ഷഹർ മുബാറക് കിട്ടുന്നതിന് മുമ്പ് ഹസ്രജിയുടെ അടുക്കലുള്ള മുടിക്ക് രേഖയുണ്ട്. EP ഉസ്താദിന്റെ കയ്യിൽ ഷഹർ മുബാറക് വന്ന ശേഷമോ അത് അമ്പലക്കട ഒന്നുകൂടെ പറയട്ടെ. സല്ലല്ലാഹു മുടി അവിടെ ഉണ്ട് എന്ന് പറയുന്ന ആ മുടി തന്നെ കൈമാറി. എന്താ സംഭവിച്ചത്? സ്വാഭാവികവും എന്നോട് പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ പറഞ്ഞു, ഉസ്താദെ അതിനെ എതിർത്ത് പ്രസംഗിക്കണം പറഞ്ഞു. ഞാൻ പറഞ്ഞു എതിർത്ത് പ്രസംഗിക്കാൻ പറ്റൂല, അതിനെ കുറിച്ച് പഠിക്കണം, കാരണം മുടിയുണ്ട്, ഞാൻ ശരിക്കും കേട്ടിട്ടുണ്ട്. ഞാൻ പറ്റൂല, അതിനെ കുറിച്ച് പഠിക്കണം, കാരണം മുടിയുണ്ട്, ഞാൻ ശരിക്കും കേട്ടിട്ടുണ്ട്. ശരിക്കും കേട്ടിട്ടുണ്ട്. രേഖാമൂലം വന്നാൽ പിന്നെ എവിടെ പോയടോ രേഖ? ഇവിടെ നിങ്ങൾ പ്രസംഗിച്ചിട്ടങ്ങ് പോവുമെങ്കിലും ബുദ്ധിയും വിവേകവും ഉള്ളവരിത് വിലയിരുത്തുന്നില്ലേ? അപ്പൊ ഇതിന് രക്ഷപ്പെടാൻ ഒരു കള്ളസാക്ഷിയെ പിടിച്ചു. ആരാ കള്ളസാക്ഷി? കാസിമി. അയാളെ കള്ളസാക്ഷി പറയുന്നത് കേട്ടോ. ഹസ്രജിയുടെ വീട്ടില് മുടിയുണ്ടെന്ന് ഹമീദ് പൈസ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ സത്യത്തിൽ പറ്റിയത് ഏൽപ്പിച്ച് ഹമീദ് പൈസ എത്തിച്ച് പഴിച്ചിരുന്നു. വലിയ പെടല വെച്ചത് സത്യത്തിൽ പറ്റിച്ചാണ് ഹമീദ് പൈസ. അതിനെ സത്യം
ഖസറജിയുടെ വീട്ടിലെ ഒരു മുടിയുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അമീർ ബൈത്തി പറയുന്നതോടുകൂടെ തീരുമാനിച്ചു ഖസറജിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുടിയാവുമ്പോ എതിർക്കാൻ കഴിയില്ലല്ലോ. ആയിരക്ക് ഖസറജിയുടെ മുടിയെപ്പറ്റി പറഞ്ഞല്ലോ, അങ്ങനത്തെ ഒരു മുടിയെപ്പറ്റി അദ്ദേഹത്തിന് വിവരം ഉണ്ടായിരിക്കാം, അത് കൊണ്ടുവന്നിട്ടുണ്ടാവാം. അതാണ് സത്യത്തിലൂടെ പറ്റിച്ചത് അങ്ങനെ വ്യത്യാസം പറ്റിച്ചത്. എന്നാൽ അമീർ വെച്ച് പറയാം സമുദായത്തെ മുഴുവൻ, എന്നാൽ അമീർ വെച്ച് പറയാൻ വാക്ക് ശ്രദ്ധിച്ചതുമില്ല. അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ഞാൻ ആ പ്രസംഗത്തിൽ പങ്കെടുത്തതാണ്. കണ്ടോ ഇയാൾ പറയാനോ അങ്ങനെ ഒരു മുടിയുണ്ടെന്ന് കേട്ടിട്ടുണ്ട് എന്ന് ഹമീദ് ബൈസി പറഞ്ഞത് എന്നാ മൂത്തേടം സാക്ഷി നിൽക്കുന്നത്. എന്നാൽ അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ് അവിടെ രേഖ സംസാരിക്കുന്നതാണ്. ഇവരുടെ ബാക്കിയുള്ള പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ഞാൻ ആ പ്രസംഗത്തിൽ പങ്കെടുത്താളാണ്. എങ്ങനെ ഇവർ വിശ്വസിക്കും? അമ്പലക്കടവ് വൈസി ആദ്യം പറഞ്ഞത് രേഖകൾ സംസാരിക്കുന്നു അവിടെ ഷേർ മുബാറക്ക്, അത് ഞാൻ കേട്ട ആളാ, അങ്ങനല്ല പറഞ്ഞത് നേതാ ഖുർആൻ മൗലവി. എന്തൊരു വിരോധാഭാസം! അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷേർ മുബാറക്ക് അതാ ഖസറജിയുടെ വീട്ടിലുണ്ട്, അവര് തന്നെ ആദ്യം അംഗീകരിച്ചതാണ്. ഏതായാലും അവർ അംഗീകരിച്ചു എന്ന് മാത്രമല്ല, അവരുടെ തെളിച്ചം മാഗസിനിൽ പറഞ്ഞു ഞങ്ങൾ ചോദിച്ചിട്ട് കിട്ടിയില്ല. അവരുടെ ഈ മുടി ഉണ്ടെന്ന് കേട്ടു, നമ്മളത് ബർക്കത്ത് മുടി ഉണ്ടെങ്കിൽ അത് കാണണം, അത് ബർക്കത്തെടുക്കണം എന്ന് ഉദ്ദേശിച്ച് തന്നെ ആ ദുബായ് അബുദാബിക്ക് പോയത്. കൃത്യമായി ഓർക്കുന്നുണ്ട് ഞാൻ സംഭവം. ഒരുപാട് ഓർമ്മയുടെ അല്ലെങ്കിൽ വിസ്മൃതിയുടെ മാറാലക്കെട്ടുകളൊന്നും കെട്ടാനുള്ള സമയമായിട്ടില്ല, മാസങ്ങളെ ആയിട്ടുള്ളൂ. 2009 വിവരം കേട്ട് ഞങ്ങൾ നോമ്പ് തുറ ദുബൈയിൽ നിന്ന് കഴിഞ്ഞ് അബുദാബിയിലേക്ക് ഞങ്ങൾ പോയി. 2 വണ്ടിക്ക് ഞങ്ങൾ സുഹൃത്തുക്കൾ പോയ ആൾക്കാരെ പേരൊന്നും ഇവിടെ പറയുന്നത് പ്രസക്തമല്ലാത്തത് കൊണ്ട് ഞാനത് മുതിരിയല്ല, ഒക്കെ ഉണ്ടായതാണെന്നർത്ഥം. അങ്ങനെ ഞങ്ങൾ പോയി ഇശാ നിസ്കാരത്തിന് ഞങ്ങൾ കുറച്ച് വസ്തുക്കളായിട്ട് ആ പള്ളിയിലെത്തി ഇശാ നിസ്കാരം തറാബിഹോട് നിർവഹിച്ചു. അത് കഴിഞ്ഞ് വളരെ സുന്ദരമായ ഒരു മജ്ലിസിന്റെ സദസ്സാണ്. ആ മജ്ലിസിന്റെ സദസ്സിൽ അങ്ങ് എത്തിച്ചേരുമ്പോൾ തന്നെ റസൂലുള്ളാഹിന്റെ മുടി ഇവിടെ ഒന്നൊന്നുമല്ലട്ടോ കുറച്ച് ഉണ്ടിട്ടോ എന്ന് നേരത്തെ ആ പ്രദർശന വേള പങ്കെടുത്ത ചില ആളുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ ഒരു ശ്രമം നടത്തി, ഇന്ന് ഒന്നെങ്കിലും നമുക്ക് കിട്ടുമോ. ഞാൻ ശ്രമം നടത്തി, നിഷേധിക്കേണ്ട കാര്യമല്ല. അതിനാ എന്നെ പറ്റി ഇവിടെ ഒരുപാട് പറഞ്ഞിടുന്നു. ഈ പറയുന്ന മറുപടിക്കാരൻ പറഞ്ഞ് കെഞ്ചിയിട്ട് കിട്ടാത്തപ്പോഴല്ലേ ഏത് മുടി വ്യാജനായത്. അതെവിടെ ഉള്ളത്? അത് തെളിച്ചത്തിലുണ്ട്, ഞങ്ങളാണ് പറഞ്ഞതല്ല. ദാറുൽ ഹുദയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന തെളിച്ചം മാഗസിനിൽ കാണാം ഞങ്ങൾ കെഞ്ചി നോക്കിയിട്ട് കിട്ടിയില്ല. എന്നാൽ ഇതിന് പറയുന്ന പേരാണ് അസൂയ. അസൂയയുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ല, അവരുടെ ഖുർആൻ പ്രഭാഷകൻ ഇൻഷാ അല്ലാഹ് വഴിയേത് പറഞ്ഞു തരും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷേർ മുബാറക്ക് ആദ്യം തന്നെ ബറകാത്തി സാദാത്തികളിൽ നിന്ന് മക്കയിലെയും യുഎഇയിലെയും ഒക്കെ പണ്ഡിതന്മാർ പരിശോധിച്ച പരമ്പരയിലൂടെ ഉള്ളത് മർക്കസിൽ ഉള്ളതിന് പുറമെയാണ് ഖസറജിയുടെ പക്കൽ നിന്ന് ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിയിട്ട് നൽകിയത്. ഇവിടെ എന്റെ മുസ്ലിമീങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷേർ മുബാറക്ക് സ്വീകരിക്കാൻ എന്താണ് തെളിവ് വേണ്ടതെന്ന് ഈ വിവാദം ഇവിടെ സംസാരിച്ചിട്ടില്ല. ഗണ്ഡിതമായ പരമ്പരയിലൂടെ വന്നത് മാത്രമാണോ അംഗീകരിക്കുക? അതല്ല, ഗണ്ഡിതമല്ലാത്ത വിധത്തിൽ ഒരു മുഅ്മിനിന്റെ അടുക്കൽ പറയപ്പെട്ടാൽ അതിനെ അംഗീകരിക്കണോ വേണ്ടേ? അത് എന്റെ മുസ്ലിങ്ങൾ മനസ്സിലാക്കണം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഞാനാണ് ഷേർ മുബാറക്കിന്റെ കുട്ടിപ്പുകാരൻ. ഉദാഹരണം, ഞാൻ വരെ കൃത്യമായ ഒരു പരമ്പരയില്ല എന്ന് വെച്ചോ. ഇല്ലെങ്കിൽ ആ ഷേർ മുബാറക്ക് സ്വീകരിക്കാൻ പാടുണ്ടോ? അതും കൂടി എസ് കെ കുട്ടികൾ മനസ്സിലാക്കണം. പരമ്പരയില്ലാത്തതിന്റെ പേരിൽ മാത്രം ഷേർ മുബാറക്ക് തള്ളാൻ പറ്റുമോ? പറ്റൂല. അതാര് പറഞ്ഞു? ഇബ്നു ഹജൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇബ്നു ഹജൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഒരാളുടെ മക്കൾ ഷേർ മുബാറക്ക് ഉണ്ടെന്ന് പറയപ്പെടുന്നു, എന്നാൽ അയാളുടെ മക്കൾ സന്ദർശിക്കലും സ്വീകരിക്കലും അതിന്റെ ബറക്കത്തെടുക്കലും പറ്റുമോ? ഇല്ലേ? ഖത്ഈയായ തെളിവിന്റെ ആവശ്യമില്ല. വിശ്വാസയോഗ്യമായ ഉള്ള ഒരാളുടെ മക്കൾ ഉണ്ടെന്ന് അറിയപ്പെട്ടാൽ അത് സ്വീകരിക്കാവുന്നതാണ് എന്ന ശൈലിയാണ് ഇബ്നു ഹജൽ ഹൈതമി തങ്ങളുടേത്. ഇനി മാത്രമല്ല, ഇവിടെ വന്നിട്ട് ഒറിജിനൽ സമസ്തയാ ഞങ്ങൾ സമസ്തയാന്നൊക്കെ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ആ സമസ്തയ്ക്ക് യാതൊരു ബന്ധവുമില്ല. എന്താ കാരണം? ഈ സമസ്തയുടെ നേതാവായ ശാരിയാത്തി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് ആര്? ഇമാം അഹ്മദ് ഖാൻ ഫാസിലെ ബറൈലി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ എഴുതി വെച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധാരങ്ങൾ ഒരാളുടെ മക്കൾ ഉണ്ട്, അതിന് കൃത്യമായ സനദൊന്നുമില്ല, എന്നാൽ അത് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ലേ?
ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അതിന് കൃത്യമായ സനദ് പരമ്പരകൾ അദ്ദേഹത്തിന്റെ പക്കൽ സൂക്ഷിപ്പില്ലെങ്കിലും വിശ്വാസിയായ ഒരു മനുഷ്യന്റെ പക്കൽ പ്രസിദ്ധമായ വിധത്തിൽ അങ്ങനെ ഒരു ഷെയറുണ്ടെങ്കിൽ അത് സ്വീകരിക്കേണ്ടതാണ്. ഇത് പറഞ്ഞ ആളാരാണ്? രേഖാമൂലം റൂഹുൽ ബയാൻ ഉദ്ധരിച്ചുകൊണ്ട്, ഫത്ഹുൽ ബാരി ഉദ്ധരിച്ചുകൊണ്ട്, ഇമാമിങ്ങളുടെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ടാണ് അഹമ്മദ് റിളാ ഖാൻ തങ്ങൾ ഉത്തരേന്ത്യയിൽ ജീവിച്ചിരുന്ന ലോകപ്രസിദ്ധ പണ്ഡിതനാണ്. 1000-ലധികം ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. ആ മഹാനവറുകൾ എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ പരമ്പരയില്ലെങ്കിൽ പോലും അത് സ്വീകരിക്കേണ്ടതും ആദരിക്കേണ്ടതും സന്ദർശിക്കേണ്ടതുമാണ്. ഇതിനെക്കുറിച്ച് അത് ചോദിച്ച കുട്ടികൾ എന്ത് പറയുന്നു എന്നറിയാൻ താല്പര്യമുണ്ട്. എന്ത് പറയുന്നു? ഇനി ഒരു സനദും ഇല്ല, സപ്പോർട്ട് എന്നാ നിരുത്തലാസങ്ങളാണെന്ന് പറയപ്പെട്ട് മുഅ്മിനീങ്ങൾ കൈമാറിയ സാധനം വലിച്ചെറിയാനാ? അല്ല. ഇനി ഒന്നുകൂടി നിങ്ങൾ കടന്നു വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൊടുത്തു. ഇനി വിശദീകരിച്ചു പോകാൻ നമുക്ക് സമയമില്ല. ഏതായാലും ശരി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, യാതൊരു അടിസ്ഥാനപരമായ അന്വേഷണവുമില്ലാതെയാണ് ഇവരത് നടത്തിയത്. ഇവിടെ വന്നാൾ പറഞ്ഞു ഒരു സ്വപ്ന ജീവി എന്നൊക്കെ പറഞ്ഞ് പകരം ഉസ്താദിനെ കളിയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക്ക് AP ഉസ്താദിന്റെ കയ്യിൽ സ്വപ്നപ്രകാരമാണ് കൊടുത്തതെന്ന് പറഞ്ഞ് ഞങ്ങളാരുമല്ല, ഖസറജിയ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ വരുത്തമനെ. فسبب انتقال الأمانة الشريفة وهي شعرة مباركة من شعر الرأس الشريف إلى مركز الثقافة السنية في كاليكوت، وتحديدا إلى فضيلة الشيخ العالم المربي أبو الأيتام الشيخ أبو بكر أحمد مسليار، هو أمر من سيد رسول الله صلى الله عليه وآله وصحبه وسلم. ഷഹർ മുബാറക്ക് AP ഉസ്താദിന്റെ കയ്യിലേക്ക് കൊടുത്ത ഖസറജിയാണ് ഇപ്പൊ സംസാരിച്ചത്. ഏത്? ഞാൻ ഇത് മർക്കസ് സഖാഫത്ത് സുന്നിയിലേക്ക് വ്യക്തമായി AP ഉസ്താദ് അവരിലേക്ക് ഇത് കൊടുക്കുന്നത് من سيد رسول الله صلى الله عليه وسلم നിന്നുള്ള സമ്മതത്തോടെയാണ്. അതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുള്ള സമ്മതത്തോടെയാണെന്ന് പറഞ്ഞത് പകരം ഉസ്താദല്ല. ഞങ്ങൾ ആരെങ്കിലും ഉസ്താദിനോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് കെട്ടിയുണ്ടാക്കി പറഞ്ഞതല്ല. കൈമാറ്റം ചെയ്ത പ്രമുഖനായ പണ്ഡിതനായ വിശ്വാസിയായ ഒരു വ്യക്തിയാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുള്ള സമ്മതത്തോടെയാണ് ഞാൻ ഈ ഷഹർ മുബാറക്ക് കൊടുക്കുന്നത്. فأنا خادم الآثار الشريفة ولست بصاحبها. صاحبها سيدي رسول الله صلى الله عليه وسلم، وهو الذي يأمر. هذه الآثار الشريفة موجودة عندنا وانتقلت إلينا بأسانيدها الشريفة المتواترة، ونحن لا نفرط فيها أبدا. وأتتنا عروض كثيرة من شخصيات عالمية، ولكن نحن لا نفرط بهذه الآثار الشريفة لأننا لا نملكها، هي ملك الأمة الإسلامية وصاحبها سيدي رسول الله صلى الله عليه وسلم، وأنا خادم هذه الآثار. നമ്മളൊന്നുമല്ല, ഈ സമുദായത്തിന്റെ മുഴുവനുമാണ്, എല്ലാവർക്കും സന്ദർശിക്കാൻ സ്വാതന്ത്ര്യമുള്ളതാണ്. അതുകൊണ്ട് ഉസ്താദ് അവരിലേക്ക് കൊടുക്കാനും ഈ നാട്ടിലേക്ക് നൽകാനുമുള്ള സമ്മതപ്രകാരമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രസംഗത്തിന്റെ അവസാനം ആർക്കെങ്കിലും ഇത് സംബന്ധമായി സംശയമുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളിൽ നിന്ന് സമ്മതപ്രകാരമാണ് നൽകിയത് എന്ന് അദ്ദേഹം തന്നെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വപ്ന ദർശനത്തിലൂടെ സമ്മതപ്രകാരം നൽകിയ ഷഹർ മുബാറക്കിനെ അത് വിശദീകരിച്ചപ്പോഴേക്ക് സ്വപ്നജീവികളെന്ന് ഞങ്ങളുടെ ആലിമീങ്ങളെ വിളിച്ചു. ഞങ്ങൾ പകരം നിങ്ങളുടെ പണ്ഡിതന്മാരെ ആക്ഷേപിക്കാൻ നിങ്ങളുടെ സംസ്കാരമല്ല ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്, നിങ്ങൾ പഠിച്ച മദ്രസയിൽ നിന്നല്ല ഞങ്ങൾക്ക് സനദ് കിട്ടിയിട്ടുള്ളത്, ഞങ്ങൾ ജിത്തയും മര്യാദയും പഠിപ്പിച്ചു തന്ന ആലിമീങ്ങളുടെ ശിഷ്യന്മാരാണ്. ഇന്നിവിടെ പരിപാടി വെച്ചപ്പോ ചില ആളുകൾ വിചാരിച്ചു തിരിച്ചാക്ഷേപം നടത്താൻ ഇവിടെ സദഫിന്റെ കുട്ടികൾ പരിപാടി വെക്കുന്നത്. പക്ഷേ ഇവിടുത്തെ അന്വേഷണ വിഭാഗത്തിൽ അറിയാം
പോലീസ് ഡിപ്പാർട്ട്മെന്റിനറിയാം, രഹസ്യാന്വേഷണ വിഭാഗത്തിനറിയാം. SSFന്റെ പരിപാടി പണ്ടേ ഇവിടെ നടക്കുന്നതാ. ഈ മറ്റേ മെനിയാത്ത പരിപാടി ഇവിടെ ആദ്യം ചരിത്രത്തിൽ ആദ്യം തന്നെ കിട്ടിയത് ആക്ഷേപവും. പിന്നെ അവ എന്ത് ചെയ്യാനാ? അതേ സമയത്ത് ഞങ്ങൾ പണ്ടേ ഇവിടെ ഉള്ളവരാ. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഖമറുലുലമായ AP ഉസ്താദിന്റെ മക്കളാണ്. കാലഘട്ടത്തിന്റെ സ്വരമേറ്റെടുത്ത് ഇസ്ലാമിക സേവനം ചെയ്യുന്ന സമാനരായ ഒരു പണ്ഡിതന്റെ പേര് ഇവിടെ വന്ന് സനത് ചോദിച്ച സഹോദരനോ മറ്റൊരാൾക്കോ ആർക്കെങ്കിലും ഞാൻ ആദ്യം ചോദിച്ചല്ലോ, AP ഉസ്താദിന് സമാനമായ ഒരു വ്യക്തിയെ നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുമോ? അതിന് ഞാൻ AP ഉസ്താദ് ആരാണെന്ന് ലോകത്തുള്ള വ്യക്തികളെ കൊണ്ടുകൂടെ സംസാരിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാറക്കിലെ ഇനി കൃത്യമായ പരമ്പരയിലുള്ള പേരുകൾ സൂക്ഷിപ്പില്ല എന്ന കാരണത്താൽ അതിനെ തള്ളാൻ പറ്റുമോ? ആ ചോദ്യം നിങ്ങളുടെ വെലിമാറിലെ ഉയർന്നു നിൽക്കുന്നു. മറുപടി പറയാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅർ മുബാറക്കാണെന്ന് അറിയപ്പെട്ടൊരു വസ്തു, അതിന് വ്യക്തമായ രേഖയും അതുപോലെ തന്നെ പരമ്പരയും സൂക്ഷിപ്പില്ല എന്ന കാരണത്താൽ അതിനെ നിന്ദിക്കാൻ പാടുണ്ടോ? അതിനെ ആദരിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇസ്ലാമിന് ഓരോരുത്തരും നിയമമുണ്ട്. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പഠിക്കണം. കാരണം എന്താ? സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അല്ലെങ്കിൽ മിൻ ഖിബലി അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്ത് നിന്ന് എന്ന പ്രയോഗത്തിൽ നിന്നാണ് ഇമാമിങ്ങൾ പറഞ്ഞത്. ഖണ്ഡിതമായ രേഖകൾ ഇല്ലെങ്കിലും വിശ്വസനീയമായ രൂപത്തിൽ പശ്ചാത്തലമുണ്ടെങ്കിൽ ആധാറുകളെ സ്വീകരിക്കണം. അതിനെ നല്ല മികച്ച ധാരണയുണ്ടായാൽ മതി എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് കേട്ടോ. അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ടായിരുന്ന ശഅർ മുബാറക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു വരെയുള്ള റിജാലിന്റെ പേര് എഴുതിയിട്ടല്ല അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ കുപ്പായത്തിന്റെ കയ്യിൽ വെച്ചിരുന്നത്. പക്ഷേ ഇബ്നു അസാകിർ തങ്ങൾ ഉദ്ധരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. ലോകം മുഴുവനും സമ്മതിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. കാരണം ആധാറുകൾ തിരുശേഷിപ്പുൽ സ്വീകരിക്കാൻ അതുപോലെയുള്ള തെളിവുകൾ മതിയാ. ഇനിയോ ഇവിടെ വലിയൊരു ആരോപണം നടത്തിയത് എന്താണ്? ഈ വെള്ളം കൊണ്ടുപോയി വിറ്റു എന്നാണ്. ഞങ്ങൾ ലക്ഷക്കണക്കിന് അതിന്റെ വെള്ളം വിറ്റു എന്ന് പറഞ്ഞു പല നാടുകളിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാറക്കിട്ട വെള്ളം, ആ വെള്ളം ബറക്കത്തെടുക്കണമെന്ന് പഠിപ്പിച്ച ആരാണ്? സ്വഹാബികൾ പഠിപ്പിച്ചു തന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൃത്യപരിശുദ്ധമായ ശരീരത്തിലേക്ക് വളൂ അഥവാ വളുവെടുത്ത വെള്ളം നനവെടുക്കാൻ സ്വഹാബികൾ മത്സരിച്ചില്ലേ? കാദൂ യഖ്തതിലൂന ഫീ വളൂഇഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളുവെടുക്കുമ്പോൾ ആ വളുവെടുത്തിട്ട് അവിടുന്ന് ഇറ്റുന്ന വെള്ളം എടുക്കാൻ സ്വഹാബത്തെ ബറക്കത്തെടുക്കാൻ തിക്കും തിരക്കും കൂട്ടിയെന്ന് മാത്രമല്ല, ഓടിയടുക്കുമ്പോഴേക്ക് വളൂ കഴിഞ്ഞു പോയാൽ ആ നനഞ്ഞ സ്വഹാബിയുടെ കയ്യിലെ നനവ് പകർത്തിയെടുക്കാൻ സ്വഹാബത്ത് ബറക്കത്തിന് വേണ്ടി മത്സരിച്ചില്ലേ? ആ നിലക്ക് പുണ്യമുള്ളതാണ് ശരീരത്തിൽ തട്ടിയ വെള്ളം, അവിടുത്തെ തിരുകേശത്തിൽ തട്ടിയ വെള്ളം. അപ്പൊ ആ വെള്ളം കൊണ്ട് ബക്കത്തെടുത്തൽ മുൻഗാമികളുടെ പരിപാടിയാണ്, സ്വഹാബികൾ ചെയ്തതാണ്. അതുപ്രകാരം മർക്കസു സഖാഫത്തി സുന്നിയിൽ നിന്ന് നേരത്തെ ഉള്ള ശഅർ മുബാറക്കും അതുപോലെ ഇപ്പോഴുള്ള ശഅർ മുബാറക്കും രണ്ടിന്റെയും തനവ് തട്ടിയ വെള്ളം മുഅ്മിനീങ്ങൾ ശിഫാഇന് വേണ്ടി ബറക്കത്തിന് കൊണ്ടുപോകാറുണ്ട്. അതിന് 1 രൂപയും മർക്കസ് വെള്ളത്തിന്റെ വിലയായി വാങ്ങിയിട്ടില്ല. പക്ഷേ ആരോപണം നടത്തി ഞങ്ങൾ അതിന് വില വാങ്ങിയെന്ന്. ആരോപണം നടത്തിയ ആളുകൾ ആരാണ്? 25,000 രൂപയ്ക്ക് ബാക്കിയാത്തിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം വിറ്റ ആളുകളാണ്. കാശിനി പറയട്ടെ, ബാക്കിയാത്തിൽ നിന്ന് സനദോടുകൂടി കൊണ്ടുവന്ന വെള്ളമാണ് എന്ന് പറഞ്ഞിട്ട് 25,000 രൂപ വീതം 2 ബോട്ടിൽ വെള്ളം അദ്ദേഹത്തിന്റെ ദാറുൽ ഖുർആന് വേണ്ടി വിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാം. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത്
ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാവാടുത്തത് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടാണ്. അപ്പോൾ വെല്ലൂരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയിട്ട വെള്ളം കൊണ്ടുവന്ന് വിറ്റ ആളുകളാണ് മർക്കസിൽ നിന്ന് ഒരു പൈസയും വാങ്ങാതെ കൊടുത്ത വെള്ളം വിറ്റു എന്ന് ആരോപണം നടത്തിയത്. എന്നിട്ട് ഇയാൾ പറഞ്ഞു, അധികമുള്ള വെള്ളം മർക്കസിന്റെ മുറ്റത്തുള്ള തെങ്ങിന്റെ ചുവട്ടിൽ ഒഴിച്ചു, അത് കാസർഗോഡുകാരൻ ഒരാൾ പറഞ്ഞു. ഞാനും പേരോട് ഉസ്താദിന്റെ കൂടെ അവിടെ നവോത്ഥാന യാത്രയിൽ വടക്ക് നിന്ന് ഇങ്ങോട്ട് സഞ്ചരിച്ച ആളാ. അന്ന് ഉസ്താദ് അവർ കാസർഗോഡ് ജില്ലയിലെ എല്ലാ സ്വീകരണ സ്ഥലത്തും പറഞ്ഞു, അങ്ങനെ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ വേദിയുമായി ബന്ധപ്പെടണം. കാസർഗോഡ് ജില്ലയിൽ മുഴുവനും അന്വേഷിച്ചു നോക്കി, ആരാണത്? കണ്ട ഒരാളെ കിട്ടിയില്ല. ഇതേപോലെ വ്യക്തമായ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക്കിനെ ആദരിക്കുന്നതിനെതിരെ ആയുധം വെച്ചുകൊണ്ടിറങ്ങിയ ആളുകളെ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഈ വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം എന്ന് പറഞ്ഞിട്ട് വിൽക്കുമ്പോ ബാഖിയാത്തു സ്വാലിഹാത്തിൽ ഉള്ള ഷഹർ മുബാറക്ക്, ആ ഷഹർ മുബാറക്കിന്റെ സനദ് ഞങ്ങളുടെ ഉസ്താദുമാർ അവരോട് ചോദിച്ചു. അത് ചോദിച്ചപ്പോ കണ്ണാടി പറമ്പ് എന്ന് പറയുന്നവരുടെ നേതാവ് പറഞ്ഞു, അല്ലയോ മുസ്ലിയാരെ, നിങ്ങൾ ബാക്കിയാത്തി പഠിച്ചല്ലേ? ബാക്കിയാത്ത് പഠിച്ച ബാക്കിയാത്തിലുള്ള മുടി കാണാൻ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന വെള്ളം വെല്ലൂരിലെ വെള്ളമാണ്, അതായത് ലത്തീഫിയയിലെ വെള്ളമാണ്. സനദില്ലാതെ വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ ഒരു മുടിയുണ്ട്, ലത്തീഫിയയിലും മുടിയുണ്ട്. വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിലുള്ള ഷാർ ആ പറയുന്ന മുടി ഇട്ട വെള്ളം അവിടെയുള്ള ബാഖവികളായ ആളുകൾക്കറിയാം, അവിടെ ആർക്കും കൊടുക്കാറില്ല. കാരണം അതിന്റെ സനദിൽ സംശയമുള്ളത് കൊണ്ട്. അവിടെ കൊടുക്കുന്ന വെള്ളം ലത്തീഫിയിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം, അത് സനദ് ശരിയുള്ളത് കൊണ്ടാണ്. ഇത് മനസ്സിലാക്കാൻ ബാഖവിയായ അബൂബക്കർ മുസ്ലിയാർക്ക് കഴിയില്ലേ? ആടെ പോയി പഠിച്ചിട്ടുണ്ടല്ലോ ഉസ്താമാരെ പൊരുത്തില്ലെങ്കിലും. ഇയാൾ കൂടാണല്ലോ ഉസ്താന്റെ കൂടെ. അപ്പോ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക്കിന്റെ വെള്ളം വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വിറ്റപ്പോ അവര് പറഞ്ഞു, ബാഖിയാത്തിലുള്ള വെള്ളം, ബാഖിയാത്തിലെ ഷഹർ മുബാറക്ക് കാണാൻ വരുന്ന ആളുകൾ അവർക്ക് കൊടുക്കുന്നത് ലത്തീഫിയയിലെ വെള്ളമാണ്. അപ്പൊ അവിടുത്തെ കേന്ദ്രത്തോട് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവർ വിളിച്ചു, ബാഖിയാത്തു സ്വാലിഹാത്തിലെ ആലിമീങ്ങളോട് വിളിച്ചു ചോദിച്ചു, അല്ല അവിടെ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന വെള്ളം ഏതാണ്? അപ്പോൾ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട മുദരിസുമാര് പറഞ്ഞു, അവരോട് ഫോൺ വിളിക്കുമ്പോൾ തന്നെ ഉസ്താദ് അവർ പറഞ്ഞു, അല്ലേ ഉസ്താദ്, ഇങ്ങനെ ചോദിക്കേണ്ടി വന്നതിൽ വിഷമമുണ്ട്, നിങ്ങൾ പറയുന്ന സംസാരം ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന സമ്മതത്തോടുകൂടി പേരോട് ഉസ്താദ് അവർ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ബാഖിയാത്തിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന വെള്ളം അവിടുത്തെ ഷഹർ മുബാറക്കിട്ട വെള്ളം തന്നെയാണ്. കണ്ടോ, ഇതുപോലെ എത്ര കല്ല് വെച്ച നുണകള്. അമ്പലക്കടവ് പറയുന്നുണ്ട്, അങ്ങനല്ല പറയേണ്ട, പാറ വെച്ച നുണകൾ എന്നാണ്. ഏതായാലും ശരി, അങ്ങനെ ആളുകൾക്കുള്ള നുണകൾ ഈ സമുദായത്തിന്റെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് നിങ്ങളുടെ ആത്യന്തിക ശ്രമം എന്താണ്? നിങ്ങളുടെ അവസാനത്തെ ശ്രമം എന്താണെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക്കിനെ ആദരിക്കുന്നവരെ കളിയാക്കലും കുറ്റം പറയലുമല്ലേ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇനി ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. ഇതെന്റെ പ്രഥമ ഡോസാ. ഇനി ഏതെങ്കിലും കടവോ പറമ്പോ ഇവിടെ വന്നാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ജീവനുമായി നൽകിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള തിരുശേഷിപ്പുകളുടെ പ്രമാണം പറയാൻ ഞങ്ങളുടെ ജീവന്റെ അവസാനത്തെ അംശം അവശേഷിക്കുന്നത് വരെയും ഞങ്ങൾ സന്നദ്ധരായി ഇവിടെയുണ്ട്. ഞങ്ങൾക്ക് ഈ കൊല്ലം ജില്ലയിലേക്ക് എവിടെന്നെങ്കിലും ആരെ ഇറക്കുമതി ചെയ്യേണ്ട ഗതികേടൊന്നും ഞങ്ങളുടെ സംഘടനയ്ക്കില്ല. ഞാൻ ഈ നാട്ടുകാരനാ, വ്യക്തമായി പറഞ്ഞ. ഞാൻ പഠിച്ച സ്കൂൾ അപ്പുറത്ത് ഒടയമായ സ്കൂളാണ്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ചു. ഇപ്പോഴും അധികം ദൂരത്തൊന്നുമില്ല, അപ്പുറത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ആശ്രയം നൽകി, ഭക്ഷണം നൽകി, സ്നേഹം നൽകിയ നാട്ടുകാരാണിവർ. ഞങ്ങൾക്ക് എവിടെങ്കിലും ഉഗാണ്ടേന്നോ അഗാണ്ടേന്നൊന്നും ആളുകളെ ഇറക്കിയിട്ട് ഇവിടുത്തെ സംസ്കാരം അറിയാതെ സംസാരിക്കുന്ന ആളുകളെ എവിടെ കൊണ്ടുള്ളത്? ഞാൻ ഇതുവരെ ഒരാളെ ആക്ഷേപിച്ചില്ലല്ലോ. ഞങ്ങൾക്ക് വിഷയം പറയാനുണ്ട്, അതുകൊണ്ടാണ്. അതേസമയത്ത് നമ്മളുടെ ആലിമീങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി ഇറങ്ങി വന്നു. അതിന്റെ ഇടയിലൂടെ റൂമർ ഇറക്കി ആലപ്പുഴയിൽ തങ്ങളെ ഗ്രൂപ്പ് മാറിയുന്നു. തങ്ങളെ വിളിക്കുന്നത്
ആലപ്പുഴയിലുള്ള തങ്ങള് ഷേഖ് മുബാറക്കിന്റെ സനത് കിട്ടാത്തത് കൊണ്ട് ഗ്രൂപ്പ് മാറിയെന്ന് പറഞ്ഞു. ആ തങ്ങളെ ഞാൻ ഇന്നിവിടെ പരിപാടിക്ക് കൊണ്ടുവരാൻ നോക്കി. പക്ഷേ തങ്ങൾക്ക് ഇന്ന് മണ്ണാർക്കാട് ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ സ്റ്റേജിൽ നിന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. തങ്ങൾ ഫോൺ അറ്റൻഡ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇവിടെ കേൾപ്പിച്ചു തരാം. തങ്ങൾ ഗ്രൂപ്പ് മാറിയിട്ടില്ല. നിങ്ങൾ അവസാനത്തെ പൊൻതുരുമ്പ് കൂടി ഇതാ പൊട്ടിത്തെറിഞ്ഞു പോയിരിക്കുമ്പോ ഫോണിൽ കിട്ടിയാൽ തങ്ങൾ തന്നെ നേരിട്ട് സംസാരിക്കും. ഇനി തങ്ങളുടെ ഫോൺ നമ്പർ വേണമെങ്കിൽ അത് ഞാൻ പറഞ്ഞു. ഫോൺ നമ്പർ ഇൻഷാ അല്ലാഹ് പറഞ്ഞു. നിങ്ങൾ നോക്കണേ തങ്ങളെ. ഞങ്ങൾക്ക് വേദിയിൽ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മറ്റു വിഭാഗത്തിന്റെ ആളുകൾ വന്നിട്ട് തങ്ങൾ ഗ്രൂപ്പ് മാറി എന്നൊരു പ്രചരണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന്റെ വസ്തുതകൾ ഇവിടെ സ്ഥലത്ത് അൽഹംദുലില്ലാ നിരവധി ആളുകൾ ഇത് കേൾക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. തങ്ങൾ അതിന്റെ സത്യസന്ധമായ വിവരം ഒന്ന് പറഞ്ഞു കൊടുക്കണം. തങ്ങളുടെ നമ്പർ ഇൻഷാ അല്ലാഹ് ഞാനിവിടെ പൊതുജനങ്ങളോട് പറഞ്ഞു കൊടുക്കും. തുടങ്ങാം. സഹോദരന്മാരെ, ഞാൻ ആറ്റക്കുഴത്തങ്ങൾ ഭീമക്ക ആറ്റക്കുഴത്തങ്ങൾ വളരെ നേർപ്പള്ളിയിൽ വന്നിട്ടുണ്ട്. ഇന്ന് ഈ പരിപാടിയിലേക്ക് എന്നെ വിളിച്ചതാണ് ഈ ഇവിടുത്തെ പ്രവർത്തകര്. ഞാൻ എന്റെ നാട്ടില് മലമ്പത്തൂര് പള്ളിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് മഹാനായ തങ്ങൾപ്പാപ്പ എന്നൊരു പള്ളിയുടെ ദർശന്റെ ഉദ്ഘാടനമായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിലേക്ക് വന്നതാണ്. ഞാനുമായി ബന്ധപ്പെട്ട് അവിടെ നേരത്തെ വെച്ച എന്തോ ഒരു പരിപാടിയിൽ വിഭാഗങ്ങളെയും എതിർത്താനും പുറകിൽ നിന്ന് മാറി എന്നെന്തോ ഒരു പ്രചരണം നടത്തി എന്നറിയാൻ കഴിഞ്ഞു. തീർത്തും അസംബന്ധമാണ്. ഷെദർ മുബാറക്കുമായി ബന്ധപ്പെട്ട് ഈ ഇപ്പോഴല്ല 2-2.5 മാസങ്ങൾക്ക് മുമ്പ് എന്നോട് ചില കാര്യങ്ങൾ അവർ ചോദിച്ചിരുന്നു. അക്കൂട്ടത്തില് ഷെദർ മുബാറക്കിന്റെ സ്ഥലത്ത് തങ്ങൾ കണ്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ, അതുപോലെ അതിന്റെ നാട്ടിലല്ലേ അയുസ്ഥാതൊക്കെ ഉള്ളത് കാണിച്ചു തന്നിട്ടില്ലേ? അത് ഞാൻ കണ്ടിട്ടില്ല. അതിൽ തന്നെ മനസ്സിലാക്കാനോ ഞാൻ കാണാത്തതുകൊണ്ട് അത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്ന് എനിക്കത് ബോധ്യമായി. അപ്പോ ഹക്ക് ബോധ്യമായപ്പോ ഞാനത് പറഞ്ഞു. അന്ന് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഷെദർ മുബാറക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറഞ്ഞിട്ടില്ല. റാഖു തെളിയിക്കാനും കഴിയില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. മറിച്ച് അത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ അതുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളും ക്ലിപ്പിങ്ങും അതുപോലെ തേജസ് മാധ്യമം ഈ 2 പത്രങ്ങളിൽ എന്ന് പറയുന്ന പത്രങ്ങൾ നടത്തുന്നത് ഞാൻ സ്ഥലത്ത് കാരണം എന്താ അവസ്ഥകൾ ന്യായം സത്യം എന്ന് പറഞ്ഞ ഒരു വാർത്ത വന്നിരുന്നു. ആ വാർത്ത ഞാൻ പറഞ്ഞതുമല്ല, ഞാൻ എഴുതി കൊടുത്തതുമല്ല. മറിച്ച് FKSSF അതിന്റെ സർഗലയം ആലപ്പുഴ ജില്ലയിൽ നടന്നപ്പോൾ അതിന്റെ ചെയർമാൻ സ്ഥാനത്ത് എന്നെ അവർ അനുവദിച്ചു. ഞാൻ ആ യോഗത്തിൽ പോയിട്ടില്ല. എന്നെ വിളിച്ചു പറഞ്ഞിരുന്നത് പാലക്കാട്ട് അബ്ബാസ് അലി തങ്ങളോടൊക്കെ നിർദ്ദേശപ്രകാരം ആയതുകൊണ്ട് ഞാൻ നിൽക്കുന്ന മഹൽ വലിയ മഹലാണ്. 2000 വീടുകളുടെ വലിയ മഹൽ. അതുകൊണ്ട് അവിടെ സ്നേഹത്തിന് വേണ്ടി നമ്മൾ എല്ലാ പരിപാടികൾക്കും പോകാറുണ്ട്. ആ രീതിയിൽ ആ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് നടന്ന പത്രസമ്മേളനത്തിലാണ് ഇങ്ങനെ വാർത്ത വന്നത്. അതുകൊണ്ട് ഒരിക്കലും ജമാഅത്തിന്റെ പ്രവർത്തകന്മാരും തെറ്റിദ്ധരിക്കുകയോ വഞ്ചിതരാകുകയോ ചെയ്തിരുന്നു. അതിന് ആർക്കെങ്കിലും വേദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണമായിട്ട് അതിന് പ്രയാസം ഉണ്ടാകരുത് എന്ന് പറയുന്നത്. ഞാനിപ്പോ കൂടെ ഉള്ളത് ഈ തങ്ങളിപ്പോ ഈ വിഷയങ്ങൾ സംസാരിക്കുന്ന വേദിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് തങ്ങൾ പറയുന്നത്. അല്ലാഹു തആല തങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. എന്നും ഹക്കിന് വേണ്ടി നിലകൊള്ളാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പരിപാടി കഴിഞ്ഞ് തങ്ങളോട് ഞാൻ വീണ്ടും വിളിക്കുന്നതാണ്. തങ്ങളുടെ നമ്പർ ഇവിടെ വിശ്വാസതയ്ക്ക് വേണ്ടി ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്നതാണ്. അസ്സലാമു അലൈക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയ്ഖ് മുബാറക്കിന്റെ സനദില്ലാത്തത് കൊണ്ട് ആലപ്പുഴയിലെ തങ്ങളുടെ ഗ്രൂപ്പ് മാറി എന്ന് പറഞ്ഞല്ലോ. പറഞ്ഞ കുട്ടികൾ ഇവിടെ വരൂ, തങ്ങളുടെ ഗ്രൂപ്പ് മാറിയിട്ടില്ല. അല്ലാഹുവേ, എന്തൊരു ഗതികേടാണ്. സാദാത്യങ്ങളെയും ആലിമീങ്ങളെയും എല്ലാം വലിച്ചഴച്ച് ഈ സമുദായത്തിന്റെ ഇടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ ശ്രമിക്കുമ്പോ അദീമായ റബ്ബിന്റെ കോടതിയിൽ ഹാജരാകണമെന്ന പേടിയില്ല. ഇനിയൊന്ന് മനസ്സിലാക്കണം.